ഹായ് ഓൾ, നമ്മൾ യൂണിറ്റ് 3 ബിസിനസ് ലോയിലെ യൂണിറ്റ് 3 ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ആണ് യൂണിറ്റ് 3ൽ പറയുന്നത്. ഓക്കെ ആണോ? ഇതിൽ മെയിനായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ, കോൺട്രാക്റ്റ് ഓഫ് സെയിൽ വേഴ്സസ് എഗ്രിമെൻറ്റ് ടു സെയിൽ, goods, price, transfer of ownership, rights of an unpaid seller, condition and warranties, doctrine of caveat emptor, sale by auction, chapter summary, keywords, review question, multiple choice question. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ്, അതായത് ഈ ഒരു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്നുള്ളൊരു ചാപ്റ്ററിലൂടെ വരുന്ന ലേണിംഗ് ഒബ്ജക്റ്റീവ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് ചാപ്റ്റർ, സ്റ്റുഡൻറ്റ് വിൽ ബി ഏബിൾ ടു understand the contract of sale, differentiate between contract of sale versus agreement to sell, describe the legal provision regarding goods, explain the transfer of ownership, state the rights of an unpaid seller, differentiate between condition and warranty, explain the doctrine of caveat emptor, understand the sale by auction. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇൻട്രൊഡക്ഷൻ. The law relating to sale and purchase of goods prior to 1930 were dealt with Indian Contract Act 1872. ആദ്യം ഇത് അതായത് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ റിലേറ്റഡ് സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സിൻ്റെ ആക്ട് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കോൺട്രാക്റ്റ് ആക്ട് 1872 ആണ്. അതിനുശേഷം കോൺട്രാക്റ്റ് ആക്ട് 1872. അതിനുശേഷമാണ് 1913 സെക്ഷൻ 76 to 123 ഓഫ് ദ കോൺട്രാക്റ്റ് ആക്ട് റിപ്പീൽഡ് ആൻഡ് എ സെപ്പറേറ്റ് ആക്ട് നോൺ ആസ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 വാസ് പാസ്ഡ്. ദിസ് ആക്ട് laid down the special provision governing the contract of sale of goods. This general law of contract is also applicable to the contract for sale of goods unless they are inconsistent with the express provision of the Sale of Goods Act. എന്താ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 1872 ആദ്യം ഉണ്ടായിരുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആയിരുന്നെങ്കിൽ 1930 സെക്ഷൻ 76 പ്രകാരം 76 to 123 ആക്ട് ഡീൽ ചെയ്യുന്നത് എന്താണെന്നാണ് പറയുന്നത്? യെസ്, ഓഫ് കോഴ്സ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ ആണോ? അതിനകത്ത് മെയിനായിട്ട് ഈ സ്പെഷ്യൽ പ്രൊവിഷൻ ഗവേണിംഗ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞേ ഉള്ളൂ. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. According to section 4 of the act, a contract of sale means a contract where the seller transfer of or agree to transfer the property in goods to the buyer for price. Contract of sale may be of two types, sale and agreement to sale. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ സെക്ഷൻ 4 ഡീൽ ചെയ്യുന്നത് എ കോൺട്രാക്റ്റ് വേർ ദ സെല്ലർ agree to transfer the property in goods to the buyer for the price. അതായത് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് അവിടെ എഗ്രി ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ പ്രൈസിന് വേണ്ടിയിട്ട്. ബയറും സെല്ലറും എഗ്രി ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. അവിടെ എന്താണ്, രണ്ട് തരത്തിലുള്ള ടു ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിലാണ് വരുന്നത്. സെയിലും ഉണ്ട്, എഗ്രിമെൻറ്റ് ടു സെല്ലും ഉണ്ട്. ഓക്കെ, സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ.
എന്താണ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് വേർ ദ ഓണർഷിപ്പ് ഇൻ ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദ സെല്ലർ ടു ദ ബയർ ഇൻ ഇമ്മീഡിയറ്റ് അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് കോൺട്രാക്റ്റ്. അതായത് നമ്മൾ സെയിൽ എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് ഇൻ ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദ സെല്ലർ ടു ദ ബയർ ഇമ്മീഡിയറ്റ്ലി അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് കോൺട്രാക്റ്റ്. അതായത് രണ്ട് വ്യക്തികൾ വന്നു, എയും ബിയും വന്നു. എ ഈസ് ദ സെല്ലർ, ബി ഈസ് ദ ബയർ. ബി വന്നു, സാധനം ഇഷ്ടമായി, അവിടെ കൂടുതൽ ഡീലിങ്സ് ഒന്നുമില്ല, ഇഷ്ടമായി എന്ന് പറയുന്നു, സാധനം മേടിക്കുന്നു. ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഷുഡ് ബി ടേക്കൺ പ്ലേസ് ഇൻ ദ കേസ് ഓഫ് ദി sale. That is simply refers to as a sale. We are all know about the sale and നമ്മൾ ഡെയിലി ലൈഫിൽ എല്ലാ ദിവസവും ഡീൽ ചെയ്യുന്നൊരു കേസാണ് സെയിൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ് സിംപ്ലി റെഫേഴ്സ് ടു ആസ് എ സെയിൽ എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, ഈ ജസ്റ്റ് കൺസിഡർ ദ ടേം ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ ഓണർഷിപ്പ്. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ എന്താണ്, എ ഈസ് ഹിസ്. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ. എ സെൽ ഹിസ് ഹൗസ് ടു ബി ഫോർ 10 lakh. It is a sale since the ownership of the house has been transferred from A to B. Agreement to sell. അടുത്ത കോൺസെപ്റ്റ് എന്തായിരുന്നു? എഗ്രിമെൻറ്റ് ടു സെൽ. It is a contract of sale where the transfer of property in goods is take place at a future date or subject to some condition thereafter to be fulfilled. അതായത് ഇവിടെ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അവിടെ ടൈറ്റിൽ ഓഫ് ഗുഡ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇൻ ദ കേസ് ഓഫ് എഗ്രിമെൻറ്റ് ടു സെൽ ദർ ഈസ് നോ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് സെല്ലിങ്. ഇൻസ്റ്റഡ് എന്താണ് അവിടെ മേക്കിംഗ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പേഴ്സൺ, മേക്കിംഗ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ ഇൻ ദ ഫ്യൂച്ചർ ഡേറ്റ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ പ്ലേസ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഫ്യൂച്ചറിൽ നമ്മൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കി വയ്ക്കും, ഇങ്ങനെ ഫ്യൂച്ചറിൽ നമ്മളിത് ചെയ്യും എന്ന് പറഞ്ഞിട്ട്, അതാണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. എ എഗ്രി ടു ബൈ ഫ്രം ദി സർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് നൈട്രേറ്റ് ഓഫ് സോഡ. The ship carrying the nitrate of soda yet to arrive. This is an agreement to sale. In this case, the ownership of nitrate of soda is to be transferred to A and the arrival of ship containing the specific goods, that is nitrate of soda. അതായത് നൈട്രേറ്റ് സോഡ വേണം എന്ന് പറഞ്ഞിട്ട് എ ബിയിനോട് കണ്ടീഷൻ വെക്കുകയും എപ്പോഴാണോ ഷിപ്പ് വരുന്നത് അപ്പോൾ അവരത് ടേക്ക് പ്ലേസ് ചെയ്യും. ബി ട്രാൻസ്ഫർ അവിടെ നടക്കുന്നില്ല, പക്ഷേ മേക്കിംഗ് ആൻ എഗ്രിമെൻറ്റ് ഓഫ് സെയിൽ നടക്കുന്നുണ്ട്. എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഒന്ന്, ടു പാർട്ടീസ്. There must be a two parties, a buyer and a seller, continuing a contract sale. ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ ഒരു ബയ്യറും സെല്ലറും ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് ടു പാർട്ടീസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അടുത്തതാണ് ഗുഡ്സ്. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ റിലേറ്റ്സ് ടു ഗുഡ്സ് ദാറ്റ് ഈസ് മൂവബിൾ പ്രോപ്പർട്ടി. ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ആർ ഔട്ട് ഓഫ് ദ പർവ്യൂ ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ റിലേറ്റഡ് ടു ഗുഡ്സ് ആണ്, മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് ആണ് എപ്പോഴും നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ നടത്താറുള്ളത്. ഓക്കെ, അതാണ് ഗുഡ്സ്. ട്രാൻസ്ഫർ ഓഫ് ജനറൽ പ്രോപ്പർട്ടി. ദ ഒബ്ജക്റ്റ് ഓഫ് ദ കോൺട്രാക്റ്റ് മസ്റ്റ് ബി ട്രാൻസ്ഫർ ഓഫ് ജനറൽ പ്രോപ്പർട്ടി ആർ ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ദ സ്പെഷ്യൽ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ. ദ ടേം ജനറൽ പ്രോപ്പർട്ടി റെഫേഴ്സ് ടു ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ്. The consideration for the transfer of general property. The object of contract must be transfer of general property is distinguished from special property in goods by one person to another. General property refers to ownership of goods. അവിടെ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ജനറൽ പ്രോപ്പർട്ടി. ദ പ്രോപ്പർട്ടി
ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എസെൻഷ്യൽസ്. അടുത്ത പ്രൈസാണ്. കൺസിഡറേഷൻ ഓഫ് ദ കോൺട്രാക്ട് സെയിൽ കാൾഡ് ഈസ് പ്രൈസ് മസ്റ്റ് ബി മണി. എന്താണ്, നമ്മളവിടെ ഒരു പ്രൈസ് ഉണ്ടായിരിക്കില്ലേ, സെയിൽ എഗ്രിമെൻ്റ് ഓഫ് സെയിലാണെങ്കിലും ശരി, സെയിലാണെങ്കിലും ശരി, ദർ മസ്റ്റ് ബി എ പ്രൈസ് ഉണ്ടായിരിക്കും എന്നാണ്. അടുത്തതാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ആൾ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ ദ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ ഒരു കോൺട്രാക്റ്റിലുള്ള എല്ലാ എസെൻഷ്യൽ എലമെൻറ്റ്സുകളും ഒരു സെയിലിലും ഉണ്ടായിരിക്കും. ഇനി what is the difference between the contract of sale and agreement of sale? I think it's very clear. The essentials of a contract of sale: there must be two parties, there must be goods that is immovable ആയിരിക്കണം, transfer of general property, price, essential element of valid contract. Okay. അടുത്ത ടോപ്പിക്കാണ് നോക്കാം. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ വേഴ്സസ് എഗ്രിമെൻറ്റ് ടു സെൽ. ഇനി നമ്മൾ ഓൾറെഡി കോൺട്രാക്റ്റിനെ കുറിച്ചിട്ട് ഡീൽ ചെയ്തു. ഓക്കെ, ഇപ്പോൾ എഗ്രിമെൻറ്റ് ടു സെല്ലിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് ഇപ്പം നോക്കാൻ പോവുകയാണ്. ഫസ്റ്റ്, basis transfer of property. In the case of sale, the property of goods passes from the seller to the buyer immediately, so the seller is no more owner of the goods sold. അതായത് ഇവിടെ സെയിലിൻ്റെ കേസിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അവിടെ നോ എനി ഡിലേ ഈസ് എക്സിസ്റ്റ്. അതുകൊണ്ട് തന്നെ എന്താണ്, പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് പാസ് ചെയ്യുന്നുണ്ട്. അവിടെ ഓണർക്ക് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് കൂടുതൽ കാലം ഉണ്ടായിരിക്കില്ല. എഗ്രിമെൻറ്റ് ടു സെല്ലിൽ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഓഫ് ദി ഗുഡ്സ് ഈസ് ടു ബി ടേക്ക് പ്ലേസ് ഇൻ ദ ഫ്യൂച്ചർ ടൈം ഓർ സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻ ടു ഫുൾഫിൽഡ്. എഗ്രിമെൻ്റ് ഓഫ് സെയിലിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു, സെയിൽ എന്ന് പറയുന്ന കേസിൽ ഗുഡ്സ് സെല്ല് ചെയ്യുന്ന കേസിൽ നമുക്ക് സെയിലും ഉണ്ട്, എഗ്രിമെൻറ്റ് ടു സെയിലും ഉണ്ട്. സെയിലിൻ്റെ കേസിൽ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ആണ്, എഗ്രിമെൻറ്റിലാണെങ്കിൽ ഫ്യൂച്ചറിലാണ് ഇത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഓഫ് ദ ഗുഡ്സ് ഈസ് ടു ബി ടേക്ക് പ്ലേസ് അറ്റ് ദ ഫ്യൂച്ചർ ടൈം or subject to certain condition to be fulfilled. If we want to satisfy some conditions or in the future date, it should be take place, not in immediately. Types of contract. It is an executed contract. ഓക്കെ, എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ആണ് സെയിൽ, എന്നാൽ എക്സിക്യൂട്ടർ കോൺട്രാക്റ്റ് ആണ് എഗ്രിമെൻറ്റ് ടു സെയിൽ. ടൈപ്പ് ഓഫ് ഗുഡ്. എ സെയിൽ ക്യാൻ ഓൺലി ബി ഇൻ ദ കേസ് ഓഫ് എക്സിസ്റ്റിംഗ് ആൻഡ് സ്പെസിഫിക് ഗുഡ്സ് ആണല്ലോ. എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെസിഫിക് ഗുഡ്സിൻ്റെ പുറത്ത് മാത്രമാണ് നമുക്ക് എന്താണ് ടൈപ്പ് ഓഫ് ഗുഡ് സെയിലിൽ നടത്തുള്ളൂ. എന്നാൽ എഗ്രിമെൻറ്റ് ടു സെൽ ഈസ് മോസ്റ്റ്ലി ഇൻ ദ കേസ് ഓഫ് ദ ഫ്യൂച്ചർ ആൻഡ് കണ്ടിജൻറ്റ് ഗുഡ്സിൻ്റെ പുറത്തോ, അല്ലെങ്കിൽ ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷയോട് കൂടിയോ അല്ലെങ്കിൽ കണ്ടിജൻറ്റ് ഗുഡ്സിൻ്റെ പുറത്തോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എഗ്രിമെൻറ്റ് ടു സെയിൽ നടത്താനായിട്ട് സാധിക്കും. റിസ്ക് ഓഫ് ലോസ് ഇൻ എ സെയിൽ ഇഫ് ദ ഗുഡ്സ് ആർ ഡിസ്ട്രോയ്ഡ്. The loss falls on the buyer even though the goods are in the possession of seller. The loss fall on the buyer
even though the goods are in the possession of the സെല്ലർ. അതായത് ഇപ്പോൾ ഒരു സാധനം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബയ്യറിനല്ലേ അതിൻ്റെ റിസ്ക് ഓഫ് ലോസ് വരുന്നത്. യെസ്, ഇഫ് ദ ഗുഡ്സ് ആർ ഡെസ്ട്രോയിഡ് ദ റിസ്ക് ഓഫ് ലോസ് ഇൻ ദ ഹെഡ് ഓഫ് ദ ബയ്യർ. If the goods are destroyed, the loss fall in the seller and the goods are in the possession of the buyer. ബയ്യറിനാണെന്നുണ്ടെങ്കിലും പൊസഷൻ എഗ്രിമെൻ്റ് ഓഫ് സെല്ലിൽ എന്താണെന്നാണ് പറയുന്നത്, സെല്ലർക്കാണ് റിസ്ക് കിടക്കുന്നത്. അടുത്തത് ജനറൽ കോൺസിക്വൻസ് ഓഫ് ദ ബ്രീച്ച് ഓഫ് റൈറ്റ് ടു റീസെൽ. ഇഫ് ദ ബയ്യർ ഫെയിൽ ടു പേ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്, if there is a breach of the contract by the buyer, the seller can sue for the price even though the goods are still his possession. The seller cannot resell the goods. അതായത് ഇവിടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീച്ച്, എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രാക്റ്റിൽ ബ്രീച്ച് വരുത്തുക, അതായത് തടസ്സം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസെല്ല് ചെയ്യണതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെല്ലിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ ബയ്യർ കനോട്ട് പേ ദ പ്രൈസ് ഓർ ബയ്യർ ബ്രീച്ച് ദ കോൺട്രാക്റ്റ്, എന്തെങ്കിലും തരത്തിലുള്ള ബ്രീച്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, തടസ്സം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെല്ലർ ഹാസ് നോ റൈറ്റ് ടു റീസെൽ. സെല്ലറിന് ഒരിക്കലും അത് വേറെ വിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി അടുത്തത് അതാണ് പറയുന്നത്, ഇഫ് ദ ബയർ ഫെയിൽ ടു പേ ദ പ്രൈസ് ഓഫ് ദ ഗുഡ് ഓർ ഇഫ് ദർ ഈസ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ബൈ ദ ബയർ, ദ സെല്ലർ ക്യാൻ സ്യൂ ഫോർ ദ പ്രൈസ്. സെല്ലർക്ക് എന്തിനുള്ള അവകാശമുള്ളൂ? ദേ ക്യാൻ സ്യൂ ദ കേസ്, എന്താണ്, ഫയൽ ദ കേസ് എഗെയിൻസ്റ്റ് ദ അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ സെല്ലർ ക്യാൻ സ്യൂ ചെയ്യാനായിട്ട് ഉള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ അയാൾ പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കോടതിക്ക് പോവാം. അതിനുപരി അയാൾക്ക് റീസെല് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ എഗ്രിമെൻറ്റിൻ്റെ കേസിൽ if there is a breach of contract by the buyer, the seller can only sue for the damages and not for the price. അയാൾക്ക് ഡാമേജിന് വേണ്ടിയിട്ട് സ്യൂ ചെയ്യാം, അല്ലാതെ പ്രൈസിന് വേണ്ടിയിട്ടല്ല. അടുത്തത് ജനറൽ ആൻഡ് പർട്ടിക്കുലർ പ്രോപ്പർട്ടി. ദ സെയിൽ ഓഫ് കോൺട്രാക്ട് പ്ലസ് കൺവെയൻസ് ആൻഡ് ക്രിയേറ്റ് ജസ്റ്റ് ഇൻ remise gives right to the buyer to enjoy the goods as against the word and large including the seller. An agreement to sell merely a contract, pure and simple, and create a just in persona, that is give the right to the buyer against the seller to sue for the damage. Insolvency seal. If the buyer becomes insolvent of the buyer become the pay of the goods, the seller in the absence of the lien over the goods must return them to the official receiver or assignee. He can only claim the retable dividend for the price of the goods. And if the buyer, in the case of agreement, if the buyer becomes insolvent and has not yet paid the price of his seller, he is not bound to part with the goods until he is paid for. Insolvency ആണെങ്കിൽ, insolvency, the buyer being owner is entitled to the seller to recover the goods from the official receiver of the assignee. In the case of agreement, if the buyer who has paid the price finds the seller has become insolvent, he can only claim the retable dividend and not the goods because of the property has not yet passed to him. ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെയിൽ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, ടൈപ്സ് ഓഫ് കോൺട്രാക്ട്, ടൈപ്സ് ഓഫ് ഗുഡ്സ്, റിസ്ക് ഓഫ് ലോസ് ഇൻ എ സെയിൽ ഓഫ് ഇഫ് ദ ഗുഡ്സ് ആർ ഡെസ്ട്രോയിഡ്, കോൺസിക്വൻസ് ഓഫ് ദ ബ്രീച്ച് ഓഫ് റൈറ്റ് ടു റീസെൽ, ജനറൽ ആൻഡ് പർട്ടിക്കുലർ പ്രോപ്പർട്ടി, ഇൻസോൾവൻസി സെയിൽ, ഇൻസോൾവൻസി.
ഇത്രയും കേസാണ് വരുന്നത്. ക്ലിയർ? ഇനി അടുത്ത ടോപ്പിക്കാണ് ഗുഡ്സ് എന്ന് പറയുന്നതാണ്. ഗുഡ്സ്, ടൈപ്സ് ഓഫ് ഗുഡ്സ്, പിന്നെ പ്രൈസ്, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഓക്കെ, ഗുഡ്സ് നോക്കാം. എന്താണ് ഗുഡ്സ്? ഡെഫിനിഷൻ: the subject matter of a contract of sale must be goods. The subject matter of a contract of a sale must be goods. According to sections 2 subsection 7, the term goods means every kind of movable property other than actionable claim and money, and includes stock and share, growing crops and things attached to or forming part of the land which are agreed to severed before sale or under contract of sale. ഓക്കെ, എന്താണ് ദ ടേം ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ആക്ഷനബിൾ ക്ലെയിം ആൻഡ് മണി ആൻഡ് ഇൻക്ലൂഡ് ദ സ്റ്റോക്ക് ആൻഡ് ഷെയർസ്, ഗ്രോയിങ് അപ്പ് ക്രോപ്സ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ദ ഫോമിംഗ് പാർട്ട് ഓഫ് ദ ലാൻഡ് വിച്ച് ആർ അഗ്രീഡ് ടു സെവറൽ ബിഫോർ സെയിൽ ഓർ അണ്ടർ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മൂവബിൾ പ്രോപ്പർട്ടീസ് ആവാം. ശ്രദ്ധിച്ചോ, എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ആക്ഷനബിൾ ക്ലെയിം ആൻഡ് മണി പറ്റില്ല. ആക്ഷനബിൾ ക്ലെയിം അതിൽ തന്നെ സ്റ്റോക്ക്, ഷെയർസ് ആൻഡ് ഇൻക്ലൂഡ് സ്റ്റോക്ക് ആൻഡ് ഷെയർസ്, ഗ്രോയിങ് ക്രോപ്സ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ഫോമിംഗ് പാർട്ട് ഓഫ് ദ ലാൻഡ്. ഇതൊന്നും ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ഇതിനെയാണ് ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഇസ് മൂവബിൾ, സിംപ്ലി റെഫേഴ്സ് ഇറ്റ് ഈസ് എ മൂവബിൾ പ്രോപ്പർട്ടി. ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ഓക്കെ, എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഈസ് കൺസിഡർഡ് ടു ബി ആസ് എ ഗുഡ്സ്. അടുത്താണ് ടൈപ്സ് ഓഫ് ഗുഡ്സ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഗുഡ്സ്? ടൈപ്സ് ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡ് existing goods, future goods, contingent goods, specific, ascertained and unascertained. Okay, ടൈപ്സ് ഓഫ് ഗുഡ്സ് നോക്കിയാലോ. അപ്പോൾ ഏതൊക്കെയാണ്? എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ്, കണ്ടിജൻറ്റ് ഗുഡ്സ്, സ്പെസിഫിക്, അസർട്ടൈൻഡ് ആൻഡ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. Existing goods, these are the goods which are owned or possessed by the seller at the time of sale. Existing goods എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗുഡ്സ് വിച്ച് ആർ ഓൺഡ് ആൻഡ് പോസസ്ഡ് ബൈ ദ സെല്ലർ അറ്റ് ദ ടൈം ഓഫ് സെയിലിൻ്റെ സമയത്താണ് അദ്ദേഹം അത് പോസസ് ചെയ്യുന്നത്. Only existing goods can be a subject of sale. The existing goods may have specific, ascertained or unascertained. Specific goods എന്ന് പറയുന്നത് സ്പെസിഫിക്, അസർട്ടൈൻഡ് ഓർ അൺഅസർട്ടൈൻഡ് ആവാം. അതായത് അറ്റ് ദ ടൈം ഓഫ് സെയിൽ, സബ്ജക്റ്റ് ഓഫ് സെയിലിൻ്റെ സമയത്താണ് അത് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. Specific goods, goods identified and agreed upon the time of making of the contract of sale of goods. Specific goods are agreed upon the time of making contract of sale. Ascertained goods എന്ന് പറയുമ്പോൾ goods identified subsequent to the formation of the contract of sale. The term ascertained and specific commonly used for same kind of goods.
Unascertained goods or generic goods are not identified or agreed upon at the time of making the contract of sale. They are goods defined for description only. Unascertained goods or generic goods എന്ന് പറയുന്നത് specific goods, ascertained goods. Ascertained goods are subsequent to the formation of contract of sale. The term ascertained and specific are commonly used for same kind of goods. Unascertained goods are not identified or agreed upon at the time of making of the contract of sale. They are goods defined for description only. ഇവിടെ അത്രയേ ഉള്ളൂ. എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ആ ഗുഡ്സ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ഗുഡ്സിൽ തന്നെ നമുക്ക് അതിനകത്ത് അസർട്ടൈൻഡ് അൺഅസർട്ടൈൻഡ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മേക്ക് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ചെയ്യുന്ന സാധനം, ടൈം ഓഫ് മേക്കിംഗ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഗുഡ്സുകൾ. അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ആ സബ്സിക്വൻറ്റ് ഫോർമേഷൻ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ അസർട്ടൈൻഡ് ആയിരിക്കും. ആ ഗുഡ്സ് അസർട്ടൈൻ അറിയുന്നതായിരിക്കും. അൺഅസർട്ടൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറിക് ഗുഡ്സുകളാണ്. വി ഡോണ്ട് നോ അബൌട്ട് ദ ആ ഗുഡ്സിനെ പറ്റി നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ദാറ്റ് ഈസ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തതാണ് എക്സാമ്പിൾ. who wants to buy a television set goes to a showroom where four set of Janata model of Sony television are displayed. He sees the performance of a particular set which he agreed to buy. The sets are agreed to bought in a specific set. If after having bought one set he marks a particular set, the set so marked becomes ascertained. Till the time all the sets are ascertained. Okay. അടുത്താണ് ഫ്യൂച്ചർ ഗുഡ്സ്, കണ്ടിജന്റ് ആൻഡ് പെരിഷിങ്. ഓക്കെ, നോക്കിയാലോ എന്തൊക്കെയാണ്. Future goods to be manufactured, produced or acquired after making of the contract are called future goods. Okay. ഫ്യൂച്ചർ ഗുഡ്സ് എന്നുള്ളൊരു ടേമിൽ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫ്യൂച്ചർ ഗുഡ്സ് മാനുഫാക്ചർ, പ്രൊഡ്യൂസർ, അക്യൂർഡ് ആഫ്റ്റർ മേക്കിംഗ് ഓഫ് ദ കോൺട്രാക്റ്റ് ആർ കാൾഡ് ഫ്യൂച്ചർ ഗുഡ്സ്. നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെയിലൊക്കെ നടത്തുന്നത്. ഓക്കെ, എ കോൺട്രാക്റ്റ് on 1st January to sell 50 shares in Reliance Limited to delivered and paid on the 1st March on the same year. At the time of making the contract, A is not in the possession of any shares. The contract is of the contract of sale of future goods ൻ്റെ പുറത്താണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് കോൺട്രാക്ട് ദർ ഇസ് നോ എനി എക്സിസ്റ്റൻസ് ഓഫ് ദ ഗുഡ്സ്. ഓക്കെ, അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, മാനുഫാക്ചറിങ് ഒന്നും നടന്നിട്ടില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് ഈ ഒരു കോൺട്രാക്റ്റിന് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അടുത്താണ് കണ്ടിജൻറ്റ് ഗുഡ്സ് ദ അക്യൂസേഷൻ ഓഫ് വിച്ച് ബൈ ദ seller depends upon the uncertain contingency are called contingent goods. They are also a type of future good. കണ്ടിജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നതും അൺഅസർട്ടൈൻ കണ്ടിജൻസി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ ഗുഡാണിത്. എ എഗ്രി ടു സെൽ 100 യൂണിറ്റ്സ് ഓഫ് ആർട്ടിക്കിൾ പ്രൊവൈഡ് ടു ദ ഷിപ്പ് വിച്ച് ഈസ് ബ്രിങ്ങിങ് ദം ലീച്ചസ് ദ പോർട്ട് സേഫ്ലി. ദിസ് ഈസ് എൻ എഗ്രിമെൻറ്റ് ഓഫ് സെയിൽ ഓഫ് കണ്ടിജൻറ്റ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ 100 യൂണിറ്റ്സ് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളിത് ചെയ്യാണ്. അതവിടെ എത്തിക്കഴിഞ്ഞാലേ ഷിപ്പിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉറപ്പ് പറയാനും അല്ലെങ്കിൽ അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ,
And then perishing of goods. Perishing of goods before making of the contract. Perishing of goods before making the contract. Where there is a contract for sale of specific goods, the contract is void if the goods without the knowledge of the seller have at the time of the contract was made perished to become the damaged or no longer to answer to that description in the contract. Okay. അടുത്താണ് fact A agree to sell B to certain horse. It should turn out of the horse was a dead at the time of bargaining, though neither party is aware of the fact. Discuss the validity of the contract. Okay. The agreement is void. In the case of part of goods is perished, the following rules apply. If the contract is indivisible, it shall be a void, and if the contract is പെരിഷിങ് ഗുഡ്സിന് ഒരിക്കലും പെരിഷ് ചെയ്യാൻ പോകുന്ന ഗുഡ്സിന് ഒരിക്കലും നമുക്ക് കോണ്ടാക്റ്റ് വെക്കാനായിട്ട് പാടില്ല. അത് അറ്റ് ദ ടൈം ഓഫ് ഫിനിഷ് തന്നെ വോയിഡാണ്. ഓക്കെ, നിയമത്തിന് സാധ്യത ഇല്ലാത്തതാണ്. ആൻഡ് ഇഫ് ദ കോണ്ടാക്റ്റ് ഈസ് ഡിവിസിബിൾ ആൻഡ് ഇഫ് ദ it will not be void and its part of available in the goods condition must be accepted by the buyer. Goods perishing before sale but after agreement. Okay, where there is a contract, goods perishing before sale but after agreement to sell. Where there is a contract for sale of specific goods, the contract is void if the goods without the knowledge of the seller at the time of the contract was made perished or become damaged no longer answer to their description in the contract. A buyer took a horse on the trial for 10 days on the condition if they are found suitable for his purpose and bargaining would be absolute. The horse died for 5th day without the fault either party. Discuss the position of the both parties. The contract which was in the form of an agreement to sell become void and the seller shall bear the loss. അപ്പോൾ ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. എടോ, ഗുഡ്സ് പെരിഷിങ് ഗുഡ്സുകൾക്ക് എതിരെ ഒരിക്കലും നമ്മൾ കോണ്ടാക്റ്റ് വെക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ നമ്മളൊരു ഹോഴ്സിനെ വിൽക്കാം, 10 ദിവസം ട്രയലിന് വേണ്ടി എടുക്കുന്ന സമയത്ത് 5-ാമത്തെ ദിവസം ഹോഴ്സ് മരിക്കുകയാണെങ്കിൽ അത് സെല്ലറിൻ്റെ ലയബിലിറ്റി ആണ്, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, അതാണ് ഒരു ഗുഡ്സിൻ്റെ കേസിൽ പറയുന്നത്. ഗുഡ്സ് എന്താണ്? എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ടൈപ്സ് ഓഫ് ഗുഡ്സിൽ എക്സിസ്റ്റിംഗ് ഗുഡ്, സ്പെസിഫിക് ഗുഡ്, അസർട്ടൈൻ, അൺഅസർട്ടൈൻ ഗുഡ്സുകളുണ്ട്, ഫ്യൂച്ചർ ഗുഡ്സുകളുണ്ട്, കണ്ടിജൻറ്റ് ഗുഡ്സുകൾ, പെരിഷിംഗ് ഗുഡ്സുകൾ. ഗുഡ്സ് പെരിഷിംഗ് ബിഫോർ സെയിൽ ബട്ട് ആഫ്റ്റർ എഗ്രിമെൻറ്റ് ടു സെൽ, ഇങ്ങനത്തെ കേസിൽ എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ് പ്രൈസ്.